ട്രെയിലറും ഇഷ്ടമല്ല, റിലീസ് ട്രെയിലറും ഇഷ്ടമല്ല. അതുകൊണ്ട് ദേവരയിൽ പ്രത്യേകിച്ച് ഹൈപ്പൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാലും ചുമ്മാ പോയി കണ്ടൊരു സിനിമയായിരുന്നു ദേവര. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു റൂട്ടീൻ ഫോർമാറ്റിൽ വരുന്നൊരു തെലുഗു ആക്ഷൻ ഡ്രാമ പോലായിട്ട് തന്നെയാണ് എനിക്ക് ദേവര തോന്നിയത്. ആൻഡ് ഈ സിനിമയിൽ ഇപ്പോൾ തുടക്കത്തിലൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫീലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനിതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് റിലീസ് ട്രെയിലറും വർക്കായില്ല, ട്രെയിലറും വർക്കായില്ല. അപ്പോൾ ചുമ്മാ കാണാവുന്നൊരു രീതിയിലാണ് പോയത്. പക്ഷേ ചിലയിടത്തൊക്കെ എനിക്ക് അത്യാവശ്യം ഈ സിനിമ വർക്കായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ജൂനിയർ NTRന് വേണ്ടിയിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള കുറച്ച് മാസ സെഗ്മെൻറ്റ്സാണ്. അപ്പോൾ അങ്ങനത്തെ സെഗ്മെൻറ്റ്സൊക്കെ വരുന്ന സമയത്ത് ഈ സിനിമ ഫൈനാണ് എന്ന രീതിയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ആ കാര്യത്തിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ കുഴപ്പങ്ങൾ എന്ന് പറയാവുന്ന രീതിയിൽ കുറച്ച് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിലത്തെ ഒന്നാണ് ജാൻവി ജൂനിയർ NTR തമ്മിലുള്ള കുറച്ച് റൊമാൻസ് സെഗ്മെൻറ്റ്സ്. അത് അത്യാവശ്യം ക്രിഞ്ചായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സെഗ്മെൻറ്റ് വരുന്ന സമയത്ത് ജാൻവിയുടെ ആക്ടിങ്ങും തീരെ പോരായിരുന്നു. എൻ്റെ ട്രോപ്പ് തന്നെ എനിക്ക് നല്ലൊരു ക്രിഞ്ച് മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്തു. അതൊന്ന് കട്ട് ഷോട്ട് എടുത്താൽ തന്നെ ഈ സിനിമ പിന്നെയും ബെറ്റർ ആവുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഷാർക്കിൻ്റെ കുറച്ച് സീനുകൾ ചെയ്തു വെച്ചതാണ്. അത് ഈ സിനിമയ്ക്ക് വേണ്ട എന്നൊക്കെ തോന്നി. കാരണം കുറച്ച് ഓടായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ അങ്ങനത്തെ സെഗ്മെൻറ്റ്സ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അത് കുറച്ച് കുഴപ്പമായിട്ട് തോന്നിയിരുന്നു. അതിലത്തെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാർക്കിനെ കാണിക്കുന്ന സെഗ്മെൻറ്റിൽ അടിയിൽ CGI എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് CGI ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ CGI കൊടുത്ത പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഇറ്റ് വാസ് ഫണ്ണി. ഒരു റൂട്ടീൻ ഫോർമാറ്റൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉള്ളെങ്കിൽ പോലും പ്രസൻറ്റേഷൻ അത്യാവശ്യം നീറ്റാണ് എന്നൊരു ഫാക്ടർ കൊണ്ട് ഈ സിനിമ കണ്ടിരിക്കാവുന്ന ലെവലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. കാരണം അദ്ദേഹം ഈ തമിഴിൻ്റെ പുറത്തോട്ട് പോയിട്ട് സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗാങ് ലീഡറും ജേഴ്സിയും പോലെയുള്ള സിനിമകളൊക്കെ ടോപ്പാണ്. അതിൽ വേറെ വർത്താനൊന്നും ഞാൻ പറയില്ല. പക്ഷെ ബാക്കിയുള്ള സിനിമകൾ, ഈ ജവാനും അജ്ഞാതവാസിയും, അതിലൊന്നും നല്ല രീതിയിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ കേസിൽ അടിപൊളിയായിരുന്നു. കാരണം ഒരു തെലുഗു ഫോർമുല എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മാത്രമുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് അനിരുദ്ധ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ പല മാസ സെഗ്മെൻറ്റും ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൂടി ഉള്ളതുകൊണ്ടാണ് അത്ര നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ഈ സിനിമയിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കോരക്ല ശിവയുടെ കഴിഞ്ഞ സിനിമയെ വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ആചാര്യ എനിക്ക് ഒരു തരത്തിലും ഒരു നല്ല സെഗ്മെൻ്റ് ഇല്ലാത്തൊരു ഫിലിമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് അതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ബെറ്റർ ആണെന്ന് ഉള്ളൊരു ഒപ്പീനിയൻ എനിക്ക് ഉണ്ട്. ആൻഡ് അങ്ങനെ തന്നെയാണ് ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കോരക്ല ശിവയുടെ അത്യാവശ്യം മെച്ചപ്പെട്ടൊരു കംബാക്കും കൂടിയായിട്ടാണ് ദേവര എനിക്ക് ടോട്ടലി ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.